അനധികൃത വായ്പകൾക്ക് സിപിഎം കമ്മീഷൻ കൈപ്പറ്റിയെന്ന പരാതിയിൽ കൂടുതൽ സഹകരണ ബാങ്കുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ഇഡി. കരുവന്നൂരിന് സമാനമായി സിപിഎം ഭരിക്കുന്ന 20 സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചാണ് ഇഡി അന്വേഷണം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎമ്മിന്റെ 63.62 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയതിന് പിന്നാലെയാണ് മറ്റ് സഹകരണ ബാങ്ക് തട്ടിപ്പുകളിൽ പാർട്ടിയുടെ പങ്കാളിത്തം കണ്ടെത്താനുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് ഇഡി കടന്നത്. കരുവന്നൂർ കേസിൽ അനധികൃത വായ്പകൾക്കായി നേതാക്കൾ ഇടപെട്ടതിന് പാർട്ടിക്ക് കമ്മീഷൻ തുക ലഭിച്ചുവെന്നാണ് ഇഡി ആരോപണം. ഇതേ രീതിയിൽ സിപിഎം ഭരിക്കുന്ന മറ്റ് സഹകരണ ബാങ്കുകളിലെ അനധികൃത വായ്പകൾക്ക് കമ്മീഷനായി വൻതുക പാർട്ടിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്ന പരാതികളിലാണ് ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്കിലേതുപോലെ വായ്പാ തട്ടിപ്പുകൾ നടന്ന 12 സഹകരണ ബാങ്കുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. അയ്യന്തോൾ, മാരായമുട്ടം, കണ്ടല, ചാത്തന്നൂർ, മൈലപ്ര, മാവേലിക്കര, തുമ്പൂർ, നടയ്ക്കൽ, കോന്നി റീജിയണൽ, BSNL എഞ്ചിനീയേഴ്സ്, മൂന്നിലവ്, പെരികാവില സഹകരണ ബാങ്കുകളിലായിരുന്നു ക്രമക്കേട്. ഇതിനു പുറമെ 8 ബാങ്കുകളിലേക്ക് കൂടി അന്വേഷണം നീളുകയും ചെയ്തു. സ്വർണ്ണലേല ക്രമക്കേടുകളിലും ഇഡി അന്വേഷണം തുടരുകയാണ്. യഥാർത്ഥ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ സ്വർണ്ണ ലേലം ചെയ്തുള്ള കമ്മീഷൻ ഇടപാടുകൾ ബാങ്കുകളിൽ നടന്നിട്ടുണ്ടെന്നാണ് ഇഡി ആരോപണം. കരുവന്നൂരിൽ സിപിഎമ്മിന്റേതടക്കം 29.29 കോടിയുടെ സ്വത്തുക്കൾ കൂടി ഇഡി കണ്ടുകെട്ടിയതോടെ കേസിലാകെ കണ്ടുകെട്ടിയ സ്വത്തുവകകളുടെ മൂല്യം 117.78 കോടിയായി ഉയർന്നിരുന്നു. മീഡിയ 1 കൊച്ചി.